സാധാരണ വീട്ടിൽ നിന്ന് വരുന്നവരൊക്കെ സാറിന്റെ അടുത്ത് വരാറുണ്ടോ? നമ്മുടെ 90% സാധാരണ ആൾക്കാരാണ് വരുന്നത്. അതുകൊണ്ട് അത് അങ്ങനെ സെലിബ്രിറ്റീസിനെ ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെയൊന്നുമില്ല. അത് എല്ലാവർക്കും അത് ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്യാം. എന്തെങ്കിലും ചെറിയ ട്രീറ്റ്മെന്റിന് പോകുന്ന പോലെയാണ് ഇപ്പം പ്ലാസ്റ്റിക് സർജറിക്ക് വരുന്നത് അതെ, അല്ലേ? ഒത്തിരി നമുക്ക് പ്രൊസീജിയേഴ്സ് ഡേ കെയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് രാവിലെ വന്ന് ചെയ്തിട്ട് പോവാം. കാത് കീറി വരും. ആ. കമ്മലിട്ട് ലേഡീസ് എസ്പെഷ്യലി തൂങ്ങും. ചിലവരുടെ കാതിന്റെ ഓട്ട വലുതും ചിലത് ഫുൾ വിട്ടുപോകും. രാവിലെ വരാൻ ചെയ്യാം. ഒന്ന് ഇരുന്ന് 2 മണിക്കൂർ നിങ്ങൾക്ക് വീട്ടിൽ പോകാം. പലരും ലോക്കൽ സ്ഥലങ്ങളിൽ ആ. അറിയപ്പെടാത്ത സ്ഥലങ്ങളിലൊക്കെ പോയി ചെലവ് കുറഞ്ഞിട്ടൊക്കെ ഇത് അതെ. ചെയ്യും. അങ്ങനെ പണി കിട്ടിയിട്ടൊക്കെ പലരും ഉണ്ട്. ബട്ടക്സിന്റെ ഷേപ്പ് ഒക്കെ മാറ്റാൻ പ്ലാസ്റ്റിക് സർജറിയിൽ ഉണ്ട്. പറ്റും. അതിന് ബ്രസീലിയൻ ബട്ടക് ലിഫ്റ്റ് എന്നാ പറയുന്നത്, BBL എന്ന് പറയുന്നത്. ഈ ബ്രസ്റ്റ് പലരും എല്ലാവരും വിചാരിക്കുന്നത് സിലിക്കോൺ ആണ് വെച്ച് പിടിപ്പിക്കുന്നതാണ്. പലരും അതൊരു തെറ്റിദ്ധാരണയുണ്ട് ഇപ്പോൾ. പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നതിന്റെ വിജയം എന്ന് വെച്ചാൽ ചെയ്തിട്ടുണ്ടെന്ന് അറിയാത്ത രീതിക്ക് ചെയ്യണം. അധികം ആൾക്കാരുടെ ഒരു പ്രശ്നമാണ് ഈ മുഖത്ത് വരുന്ന പാടുകൾ, ഈ അരിമ്പാറ പോലെയൊക്കെയുള്ള പാടുകൾ. ഈ പ്ലാസ്റ്റിക് സർജറിയിൽ അതിനെന്തെങ്കിലും ചെയ്യാനുണ്ടോ? ബേൺസ് ഒക്കെ ചെവിയെല്ലാം കത്തിപ്പോകും. അത് റീകൺസ്ട്രക്ട് ചെയ്യാനൊക്കെ എൻറ്റയർ ചെവി ഈ ഷേപ്പ് ചെയ്യാൻ വാരിയലി നാം മൊത്തം എടുക്കുന്നത്. അവയവങ്ങളൊക്കെ നമ്മൾ മുറിഞ്ഞു പോയതൊക്കെ റീകൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ചെയ്യേണ്ട ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ച റിസൾട്ടും ചെയ്ത് കുളവാക്കിയിട്ട് വരുന്ന റിസൾട്ടും. പിന്നെ പ്രശ്നം എന്ന് വെച്ചാൽ കുളവാക്കിയിട്ട് തിരിച്ചു വന്ന് ചെയ്ത് റിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ട് കൂടുതലാണ്. സാറിൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ സൗന്ദര്യം വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞ് ഏത് പ്രായത്തിലുള്ളവരാണ് വരാറ്? വലിയ ഓൾഡ് ആയിട്ടുള്ളവരൊക്കെ വരാറുണ്ടോ? നമുക്ക് സ്കൂൾ കുട്ടികൾ വന്ന് ചോദിച്ചിട്ടുണ്ട് എന്നോട്, സാറേ കുറച്ച് വണ്ണമുണ്ട്, അല്ലെങ്കിൽ അവർ കോൺഷ്യസ് അമ്മമാരാണ് വന്ന് പറയുന്നത്. വണ്ണമുള്ള പയ്യന്മാർ വന്ന് പറയുന്നത്, സാറേ എന്നെ കളിയാക്കുന്നു സ്കൂളിൽ, വണ്ണം കുറയ്ക്കണം. അതൊരു എത്ര 10 വയസ്സ് ഉം, ഉം. 12 വയസ്സ് തൊട്ട് 60 ലാസ്റ്റ് ഞാൻ ചെയ്താൽ പറയാം. ഒരു ക്യാൻസർ കഴിഞ്ഞൊരു ലേഡി, പുള്ളിക്കാരിക്ക് ഒരു സൈഡിലെ ബ്രസ്റ്റ് മാറ്റി, ഉം. മറ്റേ സൈഡിൽ തൂങ്ങിയിട്ട് നല്ല വെയിറ്റ്. പുള്ളിക്കാരി ഈസ് അറൌണ്ട് 75 ഐ തിങ്ക്. ഉം. ഇപ്പോഴും ഓർമ്മ വന്നത്. ഷീ വാണ്ടഡ് ബ്രസ്റ്റിന് സൈസ് കുറയ്ക്കണം. പുള്ളിക്കാരി പറഞ്ഞു, ഞാൻ പറഞ്ഞു ലിഫ്റ്റ് ചെയ്തല്ല ഭംഗി. പുള്ളിക്കാരി സാറേ ഭംഗി എനിക്ക് ഈ പ്രായത്തിൽ ബുദ്ധിമുട്ടില്ല, പക്ഷേ ഒരു സൈഡിൽ ബ്രസ്റ്റ് എനിക്കില്ല, മറ്റേ സൈഡിൽ ഇത്രയും വെയിറ്റ് കാരണം ബ്രായ ഒന്ന് കെട്ടാലും സപ്പോർട്ട് കിട്ടുന്നില്ല, ഭയങ്കര വേദന. അത് പുള്ളിക്കാരിക്ക് പ്യുവർ കോസ്മെറ്റിക് അതല്ല, ബ്രസ്റ്റിൻ്റെ വെയിറ്റ് കുറച്ച് ചെയ്ത് കൊടുത്ത് അത് കഴിഞ്ഞാൽ മറ്റേ കംപ്രഷൻ ഡ്രസ്സും കൊടുത്ത് ഈസ് വെരി ഹാപ്പി നോ. നല്ലതായിട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ല. എന്നാൽ കുട്ടികൾ വരെ നമ്മൾ പറയും അത് ഇറ്റ്സ് മോർ ഓഫ് എ സൈക്കോളജിക്കൽ ട്രോമ. അവർക്ക് ഇപ്പോൾ ആ പ്രായം നല്ല വണ്ണമുള്ള കുട്ടികൾക്ക്, ആൺകുട്ടികൾക്കായാലും നെഞ്ച് ചാടുന്നവരെ അപ്പോൾ കുട്ടികൾ കളിയാക്കും. കൂടെ കുളിക്കാൻ അതെ. പോകുമ്പോൾ അല്ലെങ്കിൽ നീന്താൻ പോകുമ്പോൾ അവനെ കളിയാക്കും. അപ്പോൾ അവന് സങ്കടമാണ് ആ പ്രായത്തിൽ. കുറേയൊക്കെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക അവർക്ക്. ഞാൻ ഇതൊരു അത്രയും യങ് ഏജ് ചെയ്യാറില്ല. കാരണം ആ ഏജിൽ ഈ നെഞ്ചിൻ്റെ ഈ തള്ളി നിൽക്കുന്നത് ഒരു ഹോർമോണൽ ചേഞ്ചാണ്. അത് ആ ഏജ് ഇപ്പോൾ ടീൻസിലോട്ട് കയറുന്ന സമയത്ത് അത് വരുന്നത്. എന്നാൽ ടീൻസ് കഴിഞ്ഞ് നമ്മുടെ ഹോർമോൺ ലെവൽ സ്റ്റെബിലൈസ് ചെയ്യുമ്പോൾ ഒത്തിരി കേസിൽ പോവുകയും ചെയ്യും. അതുകൊണ്ട് അവരെ യൂഷ്വലി നമ്മൾ സബ്ജക്റ്റ് ചെയ്യാറില്ല. ഞാൻ ഐ ട്രൈ ടു അഡ്വൈസ് ദം ദ ബെസ്റ്റ്. അത് വേണ്ടെന്ന് പറയും. ഇതുവരെ അവിടെയും ചെയ്തിട്ടില്ല. യൂഷ്വലി ദേ ആർ ഹാപ്പി. പറഞ്ഞ് മനസ്സിലാക്കി നമ്മളൊക്കെ ഒന്ന് കാര്യം പറയുമ്പോഴും അവരൊന്ന് ഹാപ്പിയാവും. ഇടയ്ക്കിലപ്പോൾ വന്ന് പറയും, സാറേ ഇങ്ങനെ ഇപ്പം കളിയാക്കത്തെ കുറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നല്ല കാര്യം, അങ്ങനെ പോട്ടെ എന്ന് പറയാറുണ്ട്. യൂഷ്വലി അങ്ങനെ. അപ്പം അത്രയും ഒരു വൈഡ് ഗ്രൂപ്പാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ കുട്ടികളുടെ മനസ്സിലൊക്കെ മറ്റുള്ളവർ നമ്മൾ കാണാറുണ്ടല്ലോ, ആ, കുറെ ആമ്പിള്ളേരുടെ ഇങ്ങനെ ബ്രസ്റ്റ് അതെ, തൂങ്ങുന്നത് അതെ, അതെ. പോലെ. അല്ല, അവർ വളരെ കോമൺ ആണ്. നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ ലൈഫ് സ്റ്റൈല് എല്ലാം കൊണ്ടാണെന്ന് തോന്നുന്നു പണ്ടത്തെക്കാട്ടിലും ഇപ്പോൾ അത് അതെ. വരുന്നത്. പിന്നെ ജെൻസിന് ഇപ്പോൾ വരുമ്പം എപ്പോഴും ആൾക്കാർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ പോയി ജിമ്മിൽ പോയി കുറേ കൂടെ എക്സസൈസ്, അവർ ഈ വണ്ണം അങ്ങനെ ചെയ്താൽ കുറയുമല്ലോ. പക്ഷെ പ്രശ്നം ഈ ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുന്നത് നമ്മുടെ നെഞ്ചിന്റെ മസിലും നമ്മുടെ സ്കിന്നും നമ്മുടെ നിപ്പിളിന്റെ ഏരിയയിലും ഉള്ള ഒരു 2 കോമ്പണന്റ് ഉണ്ട്. ഫാറ്റും ഉണ്ട്, ഫൈബ്രസ് ടിഷ്യൂ ഉണ്ട്. ഫാറ്റ് നമുക്കൊരു ലിമിറ്റ് വരെ മെലിഞ്ഞു കഴിഞ്ഞാൽ അത് കുറയും. ഈ ഫൈബ്രസ് ടിഷ്യൂ നിൽക്കുന്നത് നമ്മുടെ നിപ്പിളിന്റെ ചുറ്റും സ്കിന്നിന്റെ അടിയിലാണ്. അത് പോത്തില്ല. അത് നമ്മുടെ ബോഡിയിൽ തന്നെ വരുന്ന ഒരു ഭാഗമാണ്. അത് അപ്പോൾ നമ്മൾ ഈ ജിമ്മിലൊക്കെ പോയി കൂടുതൽ ചെയ്യുമ്പം മസിൽ പെരുകുമ്പം ഇത് കൂടുതൽ നിൽക്കും. അപ്പോൾ ആക്ച്വലി അപ്പം ഇറ്റ് ബിക്കംസ് മോർ പ്രോമിനന്റ്. അത് ടൈറ്റ് ഷർട്ടൊക്കെ ഇടുമ്പോൾ അത് കൂടുതൽ അറിയും. അപ്പോൾ ഒത്തിരി പേര് അത് പറയുന്നുണ്ട്, സാറേ കുറെ നാൾ ജിമ്മ് ചെയ്തിപ്പോൾ അത് കൂടിയെന്ന്. ശരിക്കും പറഞ്ഞാൽ അവന്റെ ബോഡി ഫിറ്റ് ആയിട്ടുണ്ട്, പക്ഷേ ഇത് തള്ളി നിൽക്കുമ്പം അത് നിപ്പിള് അറിയും. തള്ളി നിൽക്കും. ആ ഭാഗം അത് തള്ളി നിൽക്കും. അപ്പോൾ അത് അവന് കാണുമ്പോൾ ഒരു ഭംഗിയില്ല. പുള്ളിക്ക് ഷർട്ട് അഴിക്കാൻ ഒരു ബുദ്ധിമുട്ട്, അമ്പലത്തിൽ പോകാൻ ബുദ്ധിമുട്ട് പറയാറുണ്ട്. അപ്പോൾ അത് നമ്മൾ പറയും ഇതുകൊണ്ടാണ്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പം നല്ല വ്യത്യാസം വരാറുമുണ്ട്. നല്ല ഷേപ്പാവും, കാണാനും ഭംഗിയാണ് അത് കഴിയുമ്പോഴത്തേക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ആൺകുട്ടികളാണോ അതോ പെൺകുട്ടികളാണോ കൂടുതലായിട്ട് സൗന്ദര്യം വർദ്ധിപ്പിക്കാനാകട്ടെ വരുന്നത് ഡോക്ടറെ അടുത്ത്? നമുക്ക് രണ്ടും കാണാറുണ്ട്. ഐ തിങ്ക് മേ ബി എ സ്ലൈറ്റ് ഇൻക്രീസ് ഫീമെയിൽസിലായിരിക്കും, പക്ഷേ ഓൾമോസ്റ്റ് സെയിം ആണ്. ഇപ്പം 2 സൈഡിലും ഇപ്പം ദ മെട്രോസെക്ഷൽ മാൻ എന്ന് പറയുന്ന പോലെയാണ്. ഇപ്പം എല്ലാവരും ദേ ആർ വെരി
അവെയർ ഓഫ് ഹൗ ദേ ഷുഡ് ലുക്ക്, ഹൗ ദേ ഷുഡ് ഡ്രസ്. കുട്ടികളായപ്പോലും അവരാണ് ഇപ്പൊ 5 വയസ്സായി പോയി പിക്ക് ചെയ്യും. എനിക്ക് ഇന്ന പാന്റ് മതി, ഇന്ന ഷർട്ട് മതി. അത് വേറെ. അപ്പൊ അത്രയും ആൾക്കാർ അവെയർ ആണ്. കാരണം അത് സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരു ലിമിറ്റ് വരെ നല്ലൊരു ഇൻഫ്ലുവൻസ് ഉണ്ട് നമ്മുടെ ആൾക്കാരുടെ മേളിൽ. കാരണം ഇപ്പം അല്ലേ കുട്ടികൾ എഴുതുന്നതിന് മുന്നേ തന്നെ ഫോൺ ചെയ്യുന്നത് കാണാം. എന്ത് കൂളായിട്ടാണ്. തീരെ കൊച്ചു കുട്ടികൾ മോളിലൊക്കെ ചെല്ലുമ്പം അവന് പേന പിടിക്കാൻ അറിയത്തില്ല. അവൻ കൂളായിട്ട് ഫോൺ സ്വൈപ്പ് അതെ ചെയ്യുന്നത് അതെ. കാണാം. അതായത് ദേ പിക്കപ്പ് സോ ഫാസ്റ്റ്. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസമായിരിക്കാം നമ്മൾ കാണുന്നത്. പക്ഷെ കൂടുതലായിട്ട് ഡോക്ടർ ആരുടെയാണ് സർജറി ചെയ്തിട്ടുണ്ട്? ലേഡീസിന് തന്നെയാണോ? സ്ലൈറ്റ്ലി മോർ ലേഡീസ് ആയിരിക്കും. കാരണം ഇപ്പോഴും അവരാണ് കൂടുതലും ഈ വണ്ണം വെച്ചു ഇതെന്ന് പറഞ്ഞ് വരുന്നത്. ജെൻസ് അത്രയ്ക്കും ഇതായിട്ടില്ല. ബട്ട് ദേ ഡു കം. ഉം ഉം. അതാണ് ലേഡീസ് ആയിരിക്കും കുറച്ചുകൂടെ കൂടുതൽ കാണുന്നത് നമ്മൾ. ഈ സാധാരണയായിട്ടുള്ള ഇപ്പൊ ഞാൻ ചോദിക്കുവാണെങ്കിൽ തൃശ്ശൂരൊക്കെ ഉള്ളതും അല്ലാത്ത നമ്മുടെ കേരളത്തിലാവട്ടെ സാധാരണപ്പെട്ട ആൾക്കാരൊക്കെ സാധാരണ വീട്ടിൽ നിന്ന് വരുന്നവരൊക്കെ സാറിന്റെ അടുത്ത് വളരെ വരാറുണ്ടോ? നമുക്ക് വരുന്ന പേഷ്യൻസിന്റെ 90% അറ്റ്ലീസ്റ്റ് ടു അമല ആർ ഓൾ വെരി ഓർഡിനറി പീപ്പിൾ. സാധാരണ ജോലി ചെയ്യുന്നവര്, സാധാരണ നോർമൽ ലൈഫ് സ്റ്റൈൽ വീട്ടമ്മമാര് അവരാണ് ചെയ്താൻ വരുന്നത്. പക്ഷെ അവരവരുടെ സമയം പറയും. സാറേ ഇപ്പം മോന് സ്കൂളുണ്ട്. ഉം എനിക്ക് അവധിയുള്ള സമയത്ത് 2 മാസം ഇപ്പം ഈ സാധാരണ സമ്മർ വെക്കേഷൻ ബിസി ടൈമാണ്. ഉം അന്നേരം എല്ലാവരും ഫ്രീ ആണ്. കുട്ടികളെ സ്കൂളിൽ വിടേണ്ട. അപ്പോൾ അവർക്ക് റെസ്റ്റ് എടുക്കാൻ സമയമുണ്ട്. അപ്പോൾ ഉം ആ സമയത്ത് ഒത്തിരി പേര് നമ്മുടെ 90%ഉം സാധാരണ ആൾക്കാരാണ് വരുന്നത്. അതുകൊണ്ട് അത് അങ്ങനെ സെലിബ്രിറ്റീസിനെ ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെയൊന്നുമില്ല. ഉം. എല്ലാവർക്കും ഇത് ചെയ്യാം. അത് എല്ലാവർക്കും അത് ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്യാം. പക്ഷെ നമ്മൾ വരേണ്ട സമയം നിങ്ങൾക്ക് അത് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കണം. ഇത് വയറിൻ്റെ ചെയ്തു. ഉം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 4-ാം ദിവസം വീട്ടിൽ പോകും. ഉം പക്ഷെ റെസ്റ്റ് എടുക്കണം. അത് കഴിഞ്ഞ് അടുത്ത ദിവസം പോയി ബക്കറ്റ് പൊക്കാനും വെള്ളം കോരാനും പോകരുത്. കാരണം ഉം അതിന് ബോഡിക്ക് ഹീൽ ചെയ്യാൻ ഒരു ടൈം വേണം. അപ്പം മേ ബി ഒരു 2 വീക്സ്. അപ്പോൾ അത് അത്രയും സമയം അവർക്ക് ഫ്രീ ആയിട്ട് ഉം വേണം. ഉം അത് മാത്രമേ നമ്മൾ അപ്പോൾ അവിടെ അവർ പ്ലാൻ ചെയ്ത് വെക്കും. അപ്പോൾ ഇപ്പോൾ ജാനുവരി വന്ന് കാണും. ഉം ഉം അവർ പറയും സാറേ ഞാൻ ജൂണിൽ വരാം. അപ്പോഴത്തേക്ക് കുട്ടികളുടെ എക്സാം ഉം കഴിയും, ഉം ഞാൻ ഫ്രീ ആവും. പക്ഷേ എത്രയോ പേര് ഫാദേഴ്സും അതുപോലെ പറയും സാറേ മക്കളെ സ്കൂളിൽ കൊണ്ട് വിടണമെങ്കിൽ എനിക്ക് ഫ്രീ ടൈം ഉണ്ട്, ഞാൻ അന്നേരം വരാം. ഉം ഉം കുഴപ്പമില്ല. ഉം ഉം. ഒത്തിരി പേരാണ് കോസ്മെറ്റിക് എപ്പോഴും പ്ലാൻ ചെയ്തേ ചെയ്യാവൂ. ധൃതി പിടിക്കേണ്ട ആവശ്യമില്ല. സമാധാനമായി അവരും സന്തോഷമാവും വന്ന് ചെയ്താണ് ഏറ്റവും അവർക്ക് സ്ട്രെസ് ഉണ്ടാവത്തില്ല. ഉം. സ്ട്രെസ്സ് നമ്മൾ കാണാത്തൊരു ഫാക്ടറാണ് വൂണ്ട് ഹീലിങ്ങിനും സർജറി സക്സസിനും എല്ലാത്തിനും. ഉം. അവരും സമാധാനമായി വരണം, നമുക്കും ചെയ്ത് കൊടുക്കാനും ഈസിയാണ്. പ്ലാൻ ചെയ്ത് ചെയ്യാൻ എപ്പോഴും നല്ലതാണ്. പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ തൃശ്ശൂരുള്ളവരാണോ അതോ കൂടുതൽ എറണാകുളം അങ്ങനെയൊക്കെ ഏത് ജില്ലയിൽ നിന്നാണ് കൂടുതൽ വരുന്നത്? നമുക്ക് ഇവിടെ ബിക്കോസ് ഇപ്പൊ നമുക്ക് ഇപ്പം എല്ലായിടത്തും ഹോസ്പിറ്റൽസ് ഉള്ളതുകൊണ്ട് ആൾക്കാർക്ക് ഒത്തിരി തപ്പി ദൂരെ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് പാലക്കാട് സൈഡ്, തൃശ്ശൂര്, ഇരിഞ്ഞാലക്കുട ആ സൈഡിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇത് പാവറട്ടി പിന്നെ അങ്ങോട്ട് നമ്മൾ തമിഴ്നാട് ബോർഡർ ആയ പിന്നെ എല്ലാവരും കോയമ്പത്തൂരാണ് ആ ആ. പോകുന്നത്. കുറെ കൂടെ അങ്ങോട്ടായ പിന്നെ എല്ലാവരും കൊച്ചി സൈഡിലോട്ട്. അപ്പോൾ അടുത്തടുത്ത് ഇപ്പോൾ ഉള്ളതുകൊണ്ട് അങ്ങനെ ഇതില്ല. പിന്നെ ഇത് പർട്ടിക്കുലറായിട്ട് റെഫർ ചെയ്തപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇപ്പം മൈക്രോ സർജറിക്ക് ചില കേസ് അപ്പം എൻ്റെ ഫ്രണ്ട്സ് ചെയ്യാത്തവരാണെങ്കിൽ അവർ പറയും എടാ ഇങ്ങനൊരു കേസ് വിടുന്നുണ്ട്, ഒന്ന് കണ്ടേക്കണേ. അപ്പോൾ അവർ അങ്ങനെ വരാറുണ്ട്. ചിലപ്പോൾ ദൂരെ നിന്നൊക്കെ വരാറുണ്ട്. അപ്പോൾ ദൂരെ നിന്ന് വരാത്തത് വേറൊന്നുമല്ല, അവർക്ക് വന്ന് നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. ഉം ഉം. ഇപ്പോൾ വീട്ടിനടുത്താണെങ്കിൽ അവർക്ക് ഇത് കഴിഞ്ഞ് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാം. ഇത് ദൂരെ നിന്ന് വരുമ്പോൾ ഇവിടെ താമസം കണ്ടുപിടിക്കണം. അതെല്ലാം ആരുടെ എക്സ്പെൻസ്. ഇപ്പം നമുക്കായാൽ പോലും അസുഖം വന്ന് കിടക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. അതെ. കൂടെ നിൽക്കാൻ ഒരാൾ വേണം, നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ. അപ്പോൾ അതൊക്കെ ഈ വരുന്നവർക്കും ബാധകമാണ്. അപ്പോൾ അതുകൊണ്ടാണ് വരാത്തത്. ഇപ്പൊ വീട്ടമ്മമാരായാലും ഗൃഹനാഥന്മാരൊക്കെ ആയാലും ശരിക്കും പറഞ്ഞല്ലോ സ്കൂൾ ഇല്ലാത്ത സമയങ്ങളിൽ അതെ. വെക്കേഷനിലൊക്കെ വരുന്നു. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചെറിയ ട്രീറ്റ്മെന്റിന് പോകുന്ന പോലെയാണ് ഇപ്പം പ്ലാസ്റ്റിക് സർജറിക്ക് വരുന്നത് അതെ. അല്ലേ? ഒത്തിരി നമുക്ക് പ്രൊസീജിയേഴ്സ് ഡേ കെയർ എന്ന് പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് രാവിലെ വന്ന് ചെയ്തിട്ട് പോവാം. ഒരു വളരെ കോമൺ ആണ്, കാത് കീറി വരും. ആ. കമ്മലിട്ട് ലേഡീസ് എസ്പെഷ്യലി തൂങ്ങും. പ്രായമുള്ളവർ വെയിറ്റ് പറയും ഉള്ള കമ്മലിട്ടിട്ട്. ചിലവരുടെ കാതിന്റെ ഓട്ട വലുതും ചിലത് ഫുൾ വിട്ടുപോകും. ഉം. അത് ഡേ കെയർ. നിങ്ങൾക്ക് രാവിലെ വന്നാൽ അത് മയക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇവിടെ ഒരു ഇഞ്ചക്ഷൻ വെച്ച് ഈ ഒരു ഭാഗം മരവിപ്പിക്കത്തേ ഉള്ളൂ. ഉം. രാവിലെ വരാൻ ചെയ്യാം, ഒന്ന് ഇരുന്ന് 2 മണിക്കൂർ നിങ്ങൾക്ക് വീട്ടിൽ പോകാം. ഉം ഉം. അതൊന്നും അഡ്മിഷൻ വേണ്ട. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. പിന്നെ എല്ലാ പ്രൊസീജിയറിനും നമുക്ക് ഫുൾ മയക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഉം. ചെറുത് ഇപ്പോൾ മുഖത്ത് മറുകുണ്ട്, ഉം. അല്ലെങ്കിൽ ഒരു കറുത്ത പാടുണ്ട്, കുറേ നാളായിട്ട് സാർ അത് പോകുന്നില്ല, അത് നമുക്ക് അവിടെ മാത്രം മരവിപ്പിച്ചെടുക്കാൻ പറ്റുന്നതുണ്ട്. പിന്നെ പേഷ്യൻറ്റിന് സമാധാനം. ചിലർക്ക് ഭയങ്കര ടെൻഷനാണ്, ഓപ്പറേഷൻ ടേബിൾ കാണുമ്പോഴേ അയ്യോ എനിക്ക് പോകണം, അങ്ങനെ ആയാൽ നമുക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചോദിക്കും നിങ്ങൾ കിടക്കുമല്ലോ, പ്രയാസമില്ലല്ലോ. അപ്പോൾ ചിലർ പറയും സാറേ ഇല്ല, ബുദ്ധിമുട്ടില്ല, ചെയ്തോളാം പറയും. ഉം. അപ്പോൾ അങ്ങനെ ഒത്തിരി പ്രൊസീജിയർ ഡേ കെയർ. രാവിലെ വരാം, ചെയ്യാം, നിങ്ങൾക്ക് ഉച്ചയാകുമ്പോൾ വീട്ടിൽ പോകാം. ഉം. അത്രയേ ഉള്ളൂ. ഈ മറുക് സൗന്ദര്യത്തിന് ഇപ്പൊ നയൻതാരയുടെ ഒക്കെ വന്നപ്പോ എല്ലാവർക്കും ഇവിടെ ഒരു മറുക് വേണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെ ആൾക്കാര് ബ്യൂട്ടി പാർലറിലൊക്കെ പോയി കുത്താറുണ്ട്. ആ അതിന് പ്ലാസ്റ്റിക് സർജറിയിലുണ്ടോ? അതിന് ആക്ച്വലി മെഡിക്കൽ ടാറ്റൂയിങ് എന്ന് പറയും. നമ്മൾ ടാറ്റൂ ചെയ്യുന്ന പോലെ മറുക് കുത്താൻ പറ്റും. അത് നമ്മൾ അതിന് പ്ലാസ്റ്റിക് സർജറി വേണമെന്നില്ല. ആ. ടാറ്റൂ ചെയ്യാനായിട്ട് ചില സെന്റേഴ്സിൽ മെഡിക്കൽ ടാറ്റൂ, അവിടുത്തെ ടാറ്റൂ ആർട്ടിസ്റ്റിനെ പോലെ വെക്കുന്ന സെന്റേഴ്സ് ഉണ്ട്. നമുക്കതിന് റിക്വയർമെന്റ് ഒത്തിരി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ നമുക്ക് ഡെഡിക്കേറ്റഡ് ആളെ വെച്ചിട്ടില്ല.
പക്ഷെ അത് അങ്ങനെ അതിനെക്കാട്ടി ഡിംപിൾ പിന്നെയും ആ ചോദിച്ചു വരാറുണ്ട്. നുണക്കുഴി അത് ഡിംപിൾ സർജറി പിന്നെയും റെയർ ആയിട്ട് നമ്മുടെ നാട്ടിൽ അത്ര പ്രോമിനന്റ് അല്ലെങ്കിലും ഇറ്റ് സ്റ്റിൽ കംസ്. അപ്പം നമ്മൾ ചിരിക്കുമ്പോൾ ചിലർ പറയും ഒരു സൈഡ് ഡിംപിൾ കുറച്ചുണ്ട് ഈ സൈഡ് പോരാ. അത് ഉം, ഉം, ചെയ്യുന്ന ഇടയ്ക്ക് വരാറുണ്ട്. ഉം, ഉം. ഡിംപിൾ സർജറി പിന്നെയും ഞാൻ കണ്ടിട്ടുണ്ട്. പേഷ്യൻസ് അത് വരാറുണ്ട് പെയിൻ ചോദിക്കാൻ. ഉണ്ടാവോ സാർ നുണക്കുഴി ഇട്ട് കൊടുക്കുന്നത്? വലിയ പെയിൻ ഇല്ല. പക്ഷേ 2-3 ദിവസത്തേക്ക് നമ്മൾ പല്ലെടുക്കുന്നതല്ല. കുറച്ചൊരു വീക്കവും കുറച്ചൊരു ആ, ആ. ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അതങ്ങ് മാറും. ഉം, അത്രേ ഉള്ളൂ. എന്ത് സർജറി ആദ്യത്തെ ഒരു 5 ഡേയ്സ് എന്തെങ്കിലുമൊക്കെ. അത് യൂഷ്വലി ബുദ്ധിമുട്ട് പേഷ്യൻസ് വരുന്നത് ഉറങ്ങാൻ നേരത്താ. ഉം. കാരണം അന്നേരം നമ്മുടെ ബ്രെയിൻ ബാക്കി എല്ലാം ഷട്ട് ഡൗൺ ചെയ്യുമ്പം ഇത് പോയി ഇങ്ങനെ കുത്തും. അപ്പം അന്നേരം പേഷ്യൻസ് പറയാം ഉറങ്ങാൻ നേരം ബുദ്ധിമുട്ട്. ആ, ആ. യൂഷ്വലി നമ്മൾ പറയും ഒന്ന് രാവിലെ ഉറങ്ങരുതെന്ന് പറയും. കാരണം റെസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ രാവിലെയൊക്കെ മയങ്ങിപ്പോയാൽ രാത്രി ഒന്നും ഉറക്കം വരത്തില്ല. ഉം, അതിന്റെ കൂടെ ഇതും കൂടെ ആകുമ്പോൾ ഭയങ്കര ഡിസ്കംഫർട്ടാണ്. ഉം, യൂഷ്വലി ഒരു 3 to 5 ഡേയ്സ്. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് ഇറ്റ് ഗോസ് ഓഫ്. ഉം, ഉം. കുഴപ്പമുണ്ടാവും. പലരും ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡോക്ടർ അതുപോലെ തന്നെ ഹോസ്പിറ്റൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പലരും ലോക്കൽ സ്ഥലങ്ങളിൽ ആ അറിയപ്പെടാത്ത സ്ഥലങ്ങളിലൊക്കെ പോയി ചെലവ് കുറഞ്ഞിട്ടൊക്കെ ഇത് അതെ. ചെയ്യും. അങ്ങനെ പണി കിട്ടിയിട്ടൊക്കെ പലരും ഉണ്ട്. ഉണ്ട്. നമ്മളെന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് നമ്മളെന്നല്ല ജനറലി എല്ലാവരും. പക്ഷെ നമ്മ ഈ കോസ്റ്റ് ഒരു വലിയ ഫാക്ടറാണ്. നമുക്ക് താങ്ങാൻ പറ്റത്തില്ല ഒത്തിരി പേർക്ക്. എന്നാൽ ചെയ്യണമെന്ന് ആഗ്രഹവും കാണും. അപ്പോൾ ഏറ്റവും വില കുറഞ്ഞ സ്ഥലത്ത് പോയി ചെയ്യാൻ നോക്കും. പക്ഷെ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെയ്യുന്ന സെൻറ്ററിൽ ചിലപ്പം എടുക്കേണ്ട പ്രിക്കോഷൻസ്, ഉം. ചെയ്യേണ്ട ഇൻസ്ട്രുമെൻറ്റ്സ് അത് എല്ലാം കാണുന്നില്ല. കാരണം നമുക്ക് ആ ലോ കോസ്റ്റ് ചെയ്യണമെങ്കിൽ എല്ലാം ഒരു ബിസിനസ്സാണ്. അതെ. അവർക്കും ബിസിനസ് ഓടണമെങ്കിൽ അവരുടെ കോസ്റ്റ് നിങ്ങൾ പേ ചെയ്യുന്നതിനെക്കാട്ടി ബാക്കി ചെയ്താലേ ബിസിനസ് ഓടത്തുള്ളൂ. അപ്പോൾ നമ്മൾ അത്രയും ഇത് എടുക്കുമ്പോൾ നമ്മൾ റിസ്ക് എടുക്കുകയാണ്. ഉം. അപ്പോൾ എപ്പോഴും സർട്ടിഫൈ ചെയ്ത എന്ന് വെച്ചാൽ ബോർഡ് സർട്ടിഫൈഡ് എന്ന് പറയും. നമ്മുടെ ഡിഗ്രി ഈസ് MCH പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി. അതാണ് നമ്മൾ ആ ഡിഗ്രി ഉള്ളവർ ട്രെയിൻ ചെയ്യുന്ന ഇതിനായിട്ട്. ഉം. അത് കഴിഞ്ഞും ഞാൻ പോയി ഹയർ ട്രെയിനിങ് എടുത്തിട്ടുണ്ട് ടു ഡു മൈ ജോബ് ബെറ്റർ. ഉം, ഉം, അപ്പോൾ അങ്ങനെ ബോർഡ് സർട്ടിഫൈഡ് ആയിട്ടുള്ള സെൻറ്റർ അത് അവരുടെ ക്ലിനിക്ക് ചെറുതാവാം. ഉം. അത് കുഴപ്പമില്ല. പക്ഷെ അത് സർട്ടിഫൈഡ് ചെയ്യുന്നവരുടെ അടുത്തേ പോയി ചെയ്യാവും. കാരണം ഈ എസ്തെറ്റിക്സ് അല്ലെങ്കിൽ കോസ്മെറ്റിക് സർജറി ചെയ്യുന്ന ഒത്തിരി പേർക്ക് ഓൺ ക്ലിനിക് ഉണ്ട്. ഉം. പക്ഷെ അതിനകത്ത് തന്നെ നല്ല ക്ലിനിക് ആയിരിക്കും. പക്ഷേ എന്ന് വെച്ചാൽ ചെയ്യുന്നവർ വൃത്തിയായിട്ട് ചെയ്യും. അവർ അതിനേതായ നേഴ്സ് ഉണ്ടാവും, ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവും, എല്ലാം വെക്കും. പക്ഷെ വലിയ ഹോസ്പിറ്റൽ ആയിരിക്കത്തില്ല. ഒത്തിരി പേര് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അപ്പോൾ നിങ്ങൾ പിക്ക് ചെയ്യുന്നത് നിങ്ങൾ കോസ്റ്റ് മാത്രം നോക്കി പിക്ക് ചെയ്യരുത്. നിങ്ങളെ ആര് ഓപ്പറേറ്റ് ചെയ്യുന്നു, അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, ഉം. അവരത് ചെയ്യുന്ന ഒരാൾ നിങ്ങൾക്ക് ചോദിക്കാം ഓപ്പണായിട്ട്. അത് ഉം. ദോഷമുള്ള കാര്യമല്ല. ഡോക്ടറെ കാണാൻ ചോദിക്കാം, സാർ ഈ ടൈപ്പ് സാർ ചെയ്യാറുണ്ടോ? ചിലവർ പറയും, ചിലർ പറയത്തില്ല. നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതേ ഉള്ളൂ. അത് അപ്പം ഗൂഗിളിലായാലും അടിച്ചു നോക്കി നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ. അതെ. നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. അത്രയും മാത്രമേ ഉള്ളൂ. ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ ചെയ്തതിന് ശേഷം ഇങ്ങനെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ചെയ്തിട്ട് വ്രണമൊക്കെ വന്നിട്ട് പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ട് ആ അനുഭവിക്കുന്ന അതാ ആൾക്കാരൊക്കെ പറഞ്ഞത്. ഇപ്പം നമ്മുടെ കാലാവസ്ഥ, നമ്മുടെ സ്കിൻ ടൈപ്പ് ഇതൊക്കെ ഇതിന് ചെറിയ ഇഷ്യൂസ് ഉണ്ട്. ഉം. കാരണം ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി വേർക്കുന്നത് ഉം. അങ്ങനത്തതാ ഇമ്മീഡിയറ്റ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് നല്ലതല്ല. ഉം. അപ്പം നമ്മൾ ചെയ്യേണ്ട സമയം ഒന്ന് പിക്ക് ചെയ്യണം. ഒന്നീ നമ്മുടെ കുറച്ച് തണുപ്പ് കാലമുള്ളപ്പോൾ എന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫ് ഓഫ് ദി ഇയർ മഴ കഴിഞ്ഞിട്ട് ചൂടില്ലാത്ത സമയത്ത്. അതാണ് ഇനിഷ്യൽ ഒരു 2 മാസം ഒന്നൊരു കെയർ വേണം. പിന്നെ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ വേനലായാലും ഇതായാലും ഇറ്റ് ഡസൻറ്റ് മേക്ക് എ ബിഗ് ഡിഫറൻസ്. പിന്നെ ഓരോ ആൾക്കാരുടെ സ്കിൻ ടൈപ്പ് അതൊന്നും നമുക്ക് നേരത്തെ ഗസ് ചെയ്യാൻ പറ്റത്തില്ല. ഉം. അതൊക്കെ ഒരു എന്താ പറയുന്നത് ഒരു എക്സ് ഫാക്ടർ എന്ന് പറയും. നമ്മൾ പേഷ്യനോട് പറയും. ഇപ്പം നമ്മൾ ഉം. 10 പേരെ ചെയ്താൽ ഒരാൾക്കത് കാണും. അല്ലെങ്കിൽ കാണാം. അതെ. അതാരാന്ന് നമുക്ക് നേരത്തെ കണ്ടു വെക്കാൻ പറ്റില്ല. പക്ഷെ പ്രൊസീജിയർ എല്ലാവർക്കും ചെയ്ത ഒന്നായിരിക്കും. ഉം, ഉം. മനസ്സിലായി. അതെ. അപ്പം അത് നമ്മൾ പേഷ്യനോട് നേരത്തെ പറയും. എന്നിട്ട് പേഷ്യന്റ് പറയില്ല സാറേ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ വി ഗോ ഹെഡ്. അതേഴ്സ് വി സേ വേണ്ട. ദാറ്റ്സ് ഓൾ. അതൊരു എന്താ പറയാ നമ്മളിങ്ങനെ ഒരുപാട് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ടല്ലോ. അങ്ങനെ പോയി ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ടും പണികൾ കിട്ടുന്നത്. കാരണം ഡോക്ടർമാരുടെ ഒരു അണ്ടറിൽ തന്നെ ഇത് ചെയ്യണ്ടേ? ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റില്ല. ഒത്തിരി ബ്യൂട്ടീഷ്യൻസ് പോലും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാറുണ്ട്. വെച്ചാൽ ഈ 3 ദിവസത്തെ കോഴ്സിന് പോകും. അവർ ഉം. കാണിക്കും ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ വെക്കുക. പക്ഷെ ആ ചെയ്യുന്നതും അപ്പം ഈ MCH എടുത്ത ഒരു 3 കൊല്ലം പഠിച്ച് ഉം, അത് ഉം. കഴിഞ്ഞ് അതിന്റെ മേളിൽ പോയി പിന്നെയും ട്രെയിനിങ് എടുത്തത്. അപ്പോൾ അത്രയും വർഷങ്ങളിലെ ട്രെയിനിങ്ങും 3 ദിവസം പഠിച്ചെന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം ഗെയിൻ അതെ. ചെയ്യും. അതാ അതിന്റെ വ്യത്യാസം. അതെ ശരി. പക്ഷേ ഭയങ്കര കോസ്റ്റ് ഡിഫറൻസും കാണും. ഈ 3 ദിവസം പഠിച്ചവൻ 10,000 രൂപയ്ക്കായിരിക്കും ചെയ്യുന്നത്. ഉം. പക്ഷെ അത് വെച്ചാ വെച്ചു, പിടിച്ചാ പിടിച്ചു എന്ന് പറയുന്ന പോലെ ഉം, ഇരിക്കും. ഉം. ചിലപ്പോൾ അതിൽ ഇൻഫെക്ഷൻ വന്നാൽ ഉള്ളതും കൂടെ കയറി എല്ലാം കൂടെ പോകും. അതെ. അപ്പോൾ അത് അങ്ങനെ ചെയ്യരുത്. ചെയ്യുന്ന സെന്റർ ചെയ്യുന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ലേശം കോസ്റ്റിന്റെ വ്യത്യാസം വന്നാലും നിങ്ങൾക്ക് റിസൾട്ട് യൂഷ്വലി നല്ലതായിരിക്കും. അതാണ് ഭാവിയിൽ ബെറ്റർ. നമുക്ക് നല്ല സുരക്ഷിതമായി നിൽക്കാം. അതെ, ഇറ്റ് ലുക്ക് ഗുഡ്. പിന്നെ നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള മുടി എടുത്ത് മുന്നോട്ട് വെക്കുക എന്നാണ് ഇപ്പോഴത്തെ നമ്മൾ ഉം, ഉം. കറണ്ട് ചെയ്യുന്ന രീതി. അപ്പം വെക്കാൻ മുടി വേണം. അതുകൊണ്ട് ഉം. ഒത്തിരി ലേറ്റ് ആക്കി മൊത്തം മുട്ടയായി കഴിഞ്ഞാൽ എനിക്ക് മുടി വെച്ച് തരാൻ പറഞ്ഞാൽ നടക്കത്തില്ല. അപ്പം ഉം. നമ്മൾ യൂഷ്വലി ആണുങ്ങൾക്ക് ഫ്രണ്ടിലും ടോപ്പിലും മുടി പോകുന്നത്. ബാക്കിലത്തെ മുടി കുറേ നാൾ കഴിഞ്ഞേ ഉം. പോകത്തുള്ളൂ. അപ്പോൾ യൂഷ്വലി ആ മുടി എടുത്താണ് ഫ്രണ്ടിലോട്ട് വെച്ച് കവർ ചെയ്യുന്നത്. ഉം. അപ്പോൾ ബാക്കിൽ നമുക്കൊരു സർട്ടൻ പെർസെൻറ്റേജ് വരെ എടുത്താലും ഉള്ളു കുറയത്തില്ല. ആ, ആ. കണ്ടാൽ മനസ്സിലാവത്തില്ല. അപ്പോൾ അത് ചെയ്യുമ്പം ആ ഒരു ഏജ് ചെയ്യണം.
ഒത്തിരി പേര് ചെയ്യണം. എപ്പോഴും ഫ്രണ്ടിൽ അവർക്ക് ഹെയർ ലൈൻ കയറുന്നതാണ് ബുദ്ധിമുട്ട്. ഉം, ഉം. അപ്പൊ ഇത് ചെയ്തിട്ട് ഇറ്റ് ലുക്സ് ഗുഡ് ചെയ്യാറുണ്ട്. വേറെ ആൾക്കാരുടെ മുടി വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ഇല്ല, ടെക്നോളജി അത് ഒക്കെ ഉണ്ടോ? നമ്മൾ ചെയ്യാറില്ല. അത് ഇതുവരെ ആയിട്ടില്ല. ഉം, നമ്മൾ ഉം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഹാൻഡ് ട്രാൻസ്പ്ലാന്റ്, ഈ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് എന്നൊക്കെ പറയുന്ന പോലെ ഹെയറിന് അത് ചെയ്യാത്തത് വേറൊന്നുമല്ല. അത് ഈ വേറൊരു ആളുടെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അത് റിജക്റ്റ് ചെയ്യാതിരിക്കാൻ മരുന്നുകൾ ഒത്തിരി കഴിക്കണം. ഉം, ഉം. അത് അതിൻ്റെതായ ദോഷവും സൈഡ് കാര്യങ്ങളും എഫക്റ്റ് ഉണ്ട്. ഉണ്ടാവും അതുണ്ട്. അല്ലേ? അത് മുടിക്കായിട്ട് ഇതുവരെ ആരും വേണമെന്ന് പറഞ്ഞ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ചെയ്യാത്തത് അത്. ആ, ആ. അത്രേ ഉള്ളൂ. സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണ് പൊതുവേ വരാറുള്ളത്. അപ്പം ഉം. ബ്രസ്റ്റ് പോവാന്ന് പറയുമ്പോൾ ഒരു മാറിടത്തിന്റെ ഭംഗിയാണ് യെസ്. സ്ത്രീകളുടെ ഒരു സൗന്ദര്യം എന്ന് പറയും. അതെ. അത് എങ്ങനെയാണ് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നത്? ബ്രെസ്റ്റ് റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ക്യാൻസർ റീകൺസ്ട്രക്ഷൻ പ്ലാസ്റ്റിക് സർജറിക്കകത്തുള്ളൊരു ഭാഗമാണ്. പണ്ട് പറഞ്ഞ പോലെ പോയാൽ പോയി അതൊന്നും ഉം. ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ പുറത്തുനിന്ന് നമുക്ക് ബ്രാ പാഡ് ചെയ്ത് വെക്കാം. പുറത്തുനിന്ന് പക്ഷേ ബ്രെസ്റ്റ് വെക്കാൻ പണ്ടൊരു രീതിയില്ല. ഇപ്പം പക്ഷെ നമ്മൾ ചെയ്യാറുണ്ട്. യൂഷ്വലി ബ്രെസ്റ്റ് റീകൺസ്ട്രക്ഷൻ നമ്മൾ 2 രീതിക്ക് ചെയ്യാം. ഒന്നീ സർജറി ടൈമിൽ തന്നെ എടുത്ത് മാറ്റുമ്പോൾ തന്നെ നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യും. ചിലവർ പറയും പണ്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇപ്പം ചെയ്യണം. 2 രീതിക്ക് നമുക്ക് ചെയ്യാം. അത് ചെയ്യേണ്ട രീതികളുണ്ട്. ചിലതിനകത്ത് നമുക്ക് ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യുന്നതെങ്കിൽ യൂഷ്വലി നമ്മൾ ഈ അബ്ഡോമിനോപ്ലാസ്റ്റി എന്ന് പറഞ്ഞില്ലേ, നമ്മൾ ഉം, ഉം. വയറിൻ്റെ ആ ചുളുക്കും കൊഴുപ്പും എടുത്ത് കളയുന്നത്. ആ എടുത്ത് നമ്മൾ കളയും എന്ന് പറയുന്ന ആ തൊലിക്കും കൊഴുപ്പിനും നമ്മുടെ ബ്രെസ്റ്റിൻ്റെ ഷേപ്പും കളറും ആ സോഫ്റ്റ്നെസ്സും ഉണ്ട്. വയറ് നമ്മൾ തൊട്ട് നോക്കിയാൽ നമുക്ക് അതെ. മനസ്സിലാവും. അത് എടുത്ത് വെച്ച് നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ വയറും ഷേപ്പാവും, കൂടെ ബ്രെസ്റ്റിൻ്റെയും നമ്മൾ ചെയ്യാറുണ്ട്. അതാണ് അതൊരു ഫ്ലാപ്പാണ്. ഫ്രീ ഫ്ലാപ്പ്, നേരത്തെ പറഞ്ഞ പോലെ ഫ്രീ ഉം, ഉം. ഫ്ലാപ്പ് ടെക്നിക്കാണ്. മൈക്രോസ്കോപ്പ് വെച്ച് റീകണക്ട് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2 സൈഡും നോക്കി അതുപോലെ നമ്മൾ മാച്ച് ചെയ്യും. അതിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ നിപ്പിളിൻ്റെ ആ സെൻസേഷനും ഇതും നമുക്കുണ്ടാവത്തില്ല. ഉം, ഉം. ആ വെക്കുന്ന സ്കിന്നിനും നോർമൽ ബ്രെസ്റ്റ് പോലെ ഫുൾ സെൻസേഷൻ കാണത്തില്ല. ഉം, ഉം. പക്ഷേ നമ്മുടെ ബോഡിയുടെ ആ ഓൺ ടിഷ്യൂ ആയിരിക്കും, കളറ് മാച്ച് ചെയ്യും, ബാക്കിയെല്ലാം ഇതുണ്ടാവും ഉം, അതിന്. ഉം. അപ്പം ബാക്കി നമ്മൾ ഡ്രസ്സ് വെയർ ചെയ്യുമ്പോഴും ഒക്കെ ഇറ്റ്സ് ഓൺ ടിഷ്യൂ, ഓൺ ബോഡി, ആ ഉം, ഒരു ഇത് കിട്ടും. അതാ ഒരു രീതി. പിന്നെ ചില കേസിനകത്ത് എത്രത്തോളം സ്കിൻ ആ സർജറി കഴിഞ്ഞ് ബാക്കിയുണ്ട് ഉം. എന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ട് സിലിക്കോൺ ആ. ഇംപ്ലാന്റ്സ് അത് വെച്ച് നമുക്ക് ഷേപ്പ് വെക്കാം. ഇപ്പം ആ സമയം ചിലർ പറയും സാറേ സർജറി ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഒരു സൈഡ് കുറവും കൂടുതൽ, അല്ലെങ്കിൽ ഒരു സൈഡ് ബ്രസ്റ്റ് സൈസ് കുറവാണ്, കൂട്ടണം. അപ്പം നമുക്ക് ആ സമയത്ത് തന്നെ വേണമെങ്കിൽ കുറച്ച് വലിയ ഇംപ്ലാന്റ് വെച്ചാൽ വേണ്ട കപ്പ് സൈസ് കൂട്ടണമെങ്കിൽ, ഉം, ഉം. ബ്രായുടെ കപ്പ് ആ. സൈസ് കൂട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യാം. വേറൊരെന്ന് വെച്ചാൽ ഫാറ്റ് ഇഞ്ചക്ഷൻ. നമ്മൾ ഈ ലൈപ്പോസക്ഷൻ ചെയ്ത് വലിക്കുന്ന ഫാറ്റ് ക്ലീൻ ചെയ്ത് തിരിച്ചത് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റും. ഉം, ഉം. ഫോർ എക്സാമ്പിൾ ബ്രസ്റ്റിൻ്റെ സൈസ് കൂട്ടാൻ. അല്ലെങ്കിൽ നമ്മൾ ആ ഫാറ്റ് ഇഞ്ചക്ഷൻ്റെ വേറെ ഗുണം നമ്മൾ അമ്മയിലൊക്കെ ചെയ്യാറുണ്ട് അത്. ഇപ്പം ചിലർക്ക് സ്കാറ് വരുമ്പം അല്ലെങ്കിൽ സ്കാറ് വന്ന ഭാഗം കുഴിഞ്ഞിരിക്കും. ഉം, ഉം. അപ്പോൾ ആ ഷേപ്പ് ഡിഫറൻസ് ഉണ്ട്. അത് നമ്മൾ ഫാറ്റ് ഇഞ്ചെക്ട് ചെയ്തിട്ട് ഷേപ്പ് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ബട്ടക്സിന് ചിലർ പറയും ബട്ടക്സിൻ്റെ ഷേപ്പ് ലേഡീസ് ഉം, വരാറുണ്ട്. ഉം. നമുക്ക് ഇവിടെ കുറവാണ്, ബട്ട് ലോട്ട് ഓഫ് കേസസ് വരുന്നതല്ല ഈ ജനറൽ ആയിട്ട് പ്ലാസ്റ്റിക് സർജറിയിൽ. ബട്ടക്സിൻ്റെ ഷേപ്പ് നേരെയാക്കുക. അത് നമ്മൾ ഈ എടുക്കുന്ന ഫാറ്റ് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റും. ഉം, ഉം. ആൻഡ് ആ ഒരു ഫെമിനിൻ ഷേപ്പ് ബട്ടക്സിന് കൊടുക്കാനായിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ബട്ടക്സിന്റെ ഷേപ്പ് ഒക്കെ മാറ്റാൻ പ്ലാസ്റ്റിക് സർജറിയിൽ ഉണ്ട്. പറ്റും. അതിന് ബ്രസീലിയൻ ബട്ടക്ക് ലിഫ്റ്റ് എന്നാണ് പറയുന്നത്, BBL എന്ന് പറയുന്നത്. ഉം, ഉം. അതൊരു ടൈപ്പാണ്. അത് നമ്മുടെ ആ ഷേപ്പ് മാറ്റാൻ നമ്മൾ ഉള്ള ആ ഒരു ക്രീസ്, നമ്മുടെ ബാക്കിൽ നിന്നുള്ള ആ ഒരു ബട്ടക്സിൻ്റെ ഷേപ്പും ക്രീസും ഉണ്ടാക്കാൻ പറ്റും. ഉം. അതിനെ ഇഞ്ചെക്ട് ചെയ്യുന്ന യൂഷ്വലി നമ്മുടെ ഫാറ്റ് തന്നെ. അത് യൂഷ്വലി വയറിൽ നിന്ന് വലിച്ച് അപ്പുറത്ത് ഇഞ്ചെക്ട് ചെയ്യും. അപ്പം വയറിൻ്റെ ഷേപ്പും കിട്ടും, കൂടെ ഇതിന് നമുക്ക് ആ ഫാറ്റ് വേസ്റ്റ് ആക്കാണ്ട് രണ്ടിനും ഉപയോഗിക്കാനും ഷേപ്പ് പറ്റും. കിട്ടും. അതെ, അത് അങ്ങനെയാണ്. നമ്മുടെ ഓൺ ഫാറ്റ് ആണ്, റിജക്ഷൻ ഇഷ്യൂ ഒന്നുമില്ല. ഇല്ല, ഇല്ല. നമ്മുടെ ഓൺ സെൽസും കാര്യങ്ങളും ആണ്. ഭയങ്കര സേഫ് ആണ്. അതെ, കമ്പാരിറ്റീവ്ലി ഇറ്റ്സ് എ ബെറ്റർ പ്രൊസീജിയർ. സേഫ്റ്റി എന്ന് വെച്ചാൽ എനി സർജിക്കൽ പ്രൊസീജിയേഴ്സ് അതിൻ്റെതായ റിസ്ക്കും കാര്യങ്ങളും ഉണ്ട്. ഉം. എനിത്തിങ് ഒരു ചെറിയൊരു എന്താ പറയുന്നത്, ഒരു കുരു എടുക്കാൻ പോയാൽ പോലും അതിൻ്റെതായ കേസസ് ഉണ്ട്. അതെ. പക്ഷേ അത് നമ്മൾ നേരത്തെ പറയും എങ്ങനെയാണ് യൂഷ്വലി ഇതൊരു ഇഷ്യൂസ് വരാതിരിക്കാനാണ് നമ്മൾ ചെക്ക് ചെയ്ത് ബ്ലഡ് ടെസ്റ്റ്, അനസ്തറ്റിക് ചെക്കപ്പ് എല്ലാം ചെയ്ത് സ്വസ്ഥമായിട്ട് പോയാൽ ഒരു 100 കേസ് ചെയ്ത 98 കേസസ് വിൽ ഗോ വിത്തൗട്ട് എനി പ്രോബ്ലം. ആ 2 കേസ് ആയിരിക്കും വിച്ച് വി ഡോണ്ട് നോ എന്തുകൊണ്ട്. അതെ. അത് പക്ഷെ അത് എപ്പോഴും നമ്മൾ പറയും നേരത്തെ. ഇപ്പോൾ വലിയ സർജറീസ് ആകുമ്പോൾ റിസ്ക്, ഇപ്പോൾ ഹാർട്ട് സർജറി ചെയ്യുന്നു, ഉം. അതിൻ്റെ റിസ്ക് അല്ല ഒരു ചെറിയ ഫിംഗർ ടിപ്പിൽ നമ്മൾ ഒരു മുറിവ് സ്റ്റിച്ച് ചെയ്യുന്നത്. സർജറി വെച്ചിട്ട് അതിൻ്റെ റിസ്ക് മാറും. പക്ഷേ എന്ന് വെച്ചാൽ ചെയ്യണ്ടെന്നല്ല, നിങ്ങൾക്ക് അസുഖങ്ങളെല്ലാം നോക്കി സ്റ്റേബിളാണ്, നിങ്ങൾ ഫിറ്റ്നസ് കിട്ടിയാൽ ചെയ്യാൻ പറ്റുന്നത് നമുക്ക്. ഈ ബ്രസ്റ്റ് എല്ലാരും വിചാരിക്കുന്നത് സിലിക്കോൺ ആണ് വെച്ച് പിടിപ്പിക്കുന്നതാണ്. പലരും അതൊരു തെറ്റിദ്ധാരണയുണ്ട് ഇപ്പോ. പണ്ടൊരു കാലത്ത് സിലിക്കോൺ ആയിരുന്നു. സിലിക്കോൺ എനിക്ക് 30-40 ഇയേഴ്സ് മുമ്പ് സിലിക്കോൺ ഫസ്റ്റ് ടൈം ഉം, കണ്ടുപിടിക്കുന്നത്. ഉം. അന്ന് അതൊരു ഭയങ്കര റെവല്യൂഷണറി ഇംപ്ലാന്റ് ആയിരുന്നു. കാരണം സിലിക്കോണിന് ബോഡിയുമായിട്ട് റിയാക്ഷൻ ഇല്ല. ഉം. അപ്പോൾ വെച്ചാൽ അത് ഒരു ബോഡിയിൽ എങ്ങും റിയാക്ട് ചെയ്യാതെ ഒരു ഷേപ്പായിട്ടിരിക്കുന്ന സാധനമായിരുന്നു. ഉം. ഇപ്പോൾ അതിൻ്റെ ഒത്തിരി പുതിയ വേർഷൻസ് ഉണ്ട്. പക്ഷേ അത് മാത്രമല്ല, നമ്മുടെ ഓൺ ബോഡിയുടെ സ്കിൻ വെച്ച്, പിന്നെ നമ്മുടെ ബാക്കിലെ നമ്മുടെ ഈ വിങ്സ് എന്ന് പറയത്തില്ലേ, ആ, ആ. അതിൻ്റെ LD മസിൽ എന്നല്ല, ഉം. നമ്മുടെ ലറ്റിസ്മസ് ഡോർസൈ മസിൽ എന്ന് പറയും.
അതൊരു കോമൺ റീകൺസ്ട്രക്ഷൻ ആണ്. ഈ ബ്രസ്റ്റ് എടുത്തവർക്ക് അവർ പറയും ഇത്രയും സൈസ് എനിക്ക് വേണ്ട, സ്കിൻ വെച്ച് മാത്രം കവർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ പുറകിലത്തെ മസിലും സ്കിന്നും കൂടെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് കവർ ചെയ്യും. അപ്പം സൈസ് കാണത്തില്ല, പക്ഷെ നമ്മുടെ സ്കിൻ പോലെ കവർ ആയിപ്പോവും. സൈസും കൂടെ വേണമെന്ന് പറയുമ്പോഴാണ് ഈ വയറിന്റെ ഞാൻ പറഞ്ഞ ആ. കൊഴുപ്പും സ്കിന്നും കൂടെ എടുത്ത് വെക്കുമ്പം ആ ഷേപ്പും ഇതും ഉം, കിട്ടാനായിട്ട് ഉം. ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ തന്നെ കൊഴുപ്പെടുത്ത് ചെയ്യുന്നതാണ് അധികം. എങ്ങനെയാണ് അമലയിൽ വരുന്നത്? എങ്ങനെയാണ്? അമലെ നമുക്ക് വരുന്നത് ഈ ബാക്കിന്റെ ഞങ്ങൾ ചെയ്യാറുണ്ട്. ഫുൾ ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ നമ്മുടെ നാട്ടിൽ അത്ര കോമൺ ആയിട്ട് ആൾക്കാർ ചോദിച്ചു തുടങ്ങിയിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, ക്യാൻസർ പേഷ്യൻസിന് യൂഷ്വലി എത്രയും വേഗം ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ പോയാൽ മതി. കാരണം ഇതൊരു എല്ലാവർക്കും പേടിയാണ് അതെ, ഇപ്പോഴും, അതെ. മരിച്ചു പോകും അങ്ങനത്തെ. അപ്പോൾ അതുകൊണ്ട് സർജറി കഴിഞ്ഞ് ആർക്കും റീകൺസ്ട്രക്ഷനെക്കാട്ടി കൂടുതൽ അവർക്കൊന്ന് വേഗം കഴിഞ്ഞ് പോയാൽ വീട്ടിലെത്തിയാൽ മതി. മതി. അതുകൊണ്ട് ഫുൾ ബ്രസ്റ്റ് വരുന്നത് റെയറാണ് നമുക്ക്. പക്ഷേ ബാക്കി ബ്രസ്റ്റ് കവർ ചെയ്യാൻ നമ്മൾ LD ഫ്ലാപ്പ് ചെയ്യാറുണ്ട്. ഇംപ്ലാന്റ്സ് റെയർലി വരാറുണ്ട്. പക്ഷേ ഇംപ്ലാന്റ്സ് നമുക്ക് വന്നേക്കുന്ന കൂടുതലും കോസ്മെറ്റിക്കാണ്. ഉം, ഉം. എന്നുവെച്ചാൽ വന്ന് അവർ പറയും ബ്രസ്റ്റ് സൈസ് കുറവാണ്, എനിക്ക് കുറച്ചുകൂടെ വലിയ സൈസ് കിട്ടിയാൽ കൊള്ളാമെന്ന് പറയുമ്പോൾ ഇംപ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നത് യൂഷ്വലി. പ്ലാസ്റ്റിക് സർജറി ചെയ്ത് കഴിഞ്ഞാൽ പലരും അത് മറ്റുള്ളവർ മനസ്സിലാക്കരുത് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നതിന്റെ വിജയം എന്ന് വെച്ചാൽ ചെയ്തിട്ടുണ്ടെന്ന് അറിയാത്ത രീതിക്ക് ചെയ്യണം. ആ, ആ. എന്നാലേ അത് നാച്ചുറൽ. അപ്പം ആർക്കും ഞാൻ ചെയ്തു എന്ന് കാണിക്കണം എന്നില്ല, ഉം, പക്ഷെ എന്നാൽ ഭംഗി വേണം. നമ്മൾ ചെയ്യുന്ന ആളും അതാണ് ട്രൈ ചെയ്യുന്നത്. അതാണ് നമ്മൾ ചെയ്യുമ്പോൾ ഒരു ലിമിറ്റിൽ കൂടുതൽ നമ്മൾ ചെയ്താൽ അത് കണ്ടാ അറിയും. ഉം. അതാണ് നമ്മളെ ലിമിറ്റ് പറയാം. നമ്മൾ പറയും നിങ്ങളുടെ ഫേസിന് അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് ഇത് കഴിഞ്ഞാൽ പിന്നെ അത് എടുത്തണം. ഫോർ എക്സാമ്പിൾ ഇവൻ ബ്രസ്റ്റ് സൈസ് തന്നെ വല്ലാണ്ട് കൂട്ടിയാൽ എന്തായാലും കണ്ടാൽ മനസ്സിലാവും എന്തോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയും നിങ്ങളുടെ ബോഡി ഷേപ്പിന് ഇതാണ് നല്ലത്, അല്ലെങ്കിൽ ഈ ഒരു കപ്പ് സൈസ് വരും. ചിലർ പറയാം അല്ല സാറേ എനിക്ക് കുറച്ചുകൂടെ കൂടണം ഉം. അല്ലെങ്കിൽ കുറയണം. അത് പിന്നെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. വി ഡു ഇറ്റ് ഫോർ ദം. പിന്നെ അവർ അങ്ങനെ പറയുന്ന ആണെങ്കിൽ അനുസരിച്ച് നമ്മൾ പറ്റുന്ന പോലെ ചെയ്തു. വിത്തൗട്ട് എൻഡേഞ്ചറിങ് ദ പേഷ്യൻറ്റ്, ഓക്കെ. സേഫ്റ്റി മനസ്സിൽ വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുക ചെയ്തു കൊടുക്കും. യെസ്. അപ്പൊ അമലയിൽ എന്തൊക്കെയാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി നമ്മൾ ഉപയോഗിച്ച് അവിടെ ഈ ചെയ്യുന്നത്? പറഞ്ഞ പോലെ നമ്മൾ ട്രോമയുടെ എല്ലാ അഡ്വാൻസ് ടെക്നീക്സും ചെയ്യുന്നുണ്ട്. മൈക്രോ സർജറി ചെയ്യാറുണ്ട്. കട്ടായ ഭാഗങ്ങൾ തിരിച്ചു വെക്കാൻ ഞങ്ങൾ പറ്റുന്ന കേസസ് ചെയ്ത് കൊടുക്കാറുണ്ട്. നെർവ്, ടെൻഡന്, ബ്ലഡ് വെസലെല്ലാം ക്യാൻസർ സർജറി ചെയ്യാറുണ്ട്. അതുപോലെ ഈ കോസ്മെറ്റിക് റൈനോപ്ലാസ്റ്റി, ലൈപ്പോസക്ഷൻ, അബ്ഡോമിനോപ്ലാസ്റ്റി, ഗൈനക്കോമാസ്റ്റിയ, ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ ഇതെല്ലാം ചെയ്യാറുണ്ട്. അല്ലാണ്ട് കുട്ടികൾക്ക് മുറിച്ചുണ്ടിൻ്റെ കേസും മുറിച്ചുണ്ടിൻ്റെ കേസ് യൂഷ്വലി നമ്മളെ എല്ലാ സെൻറ്റേഴ്സിലും ഇപ്പോഴും പോകാറില്ല. കാരണം അതിന് ഈ സ്മൈൽ ട്രെയിൻ അങ്ങനെ പറഞ്ഞ ഫ്രീ ഓർഗനൈസേഷൻസ് ഉണ്ട് ആൻഡ് ദേ ഡു ഓൺലി ദാറ്റ്. അപ്പം അത് പോകുന്നവർക്ക് ഈസിയാണ്. മുറിച്ചുണ്ടിൻ്റെ സർജറി ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല. ഉം, ഉം. സർജറി കഴിഞ്ഞ് കുട്ടിക്ക് റീഹാബിലിറ്റേഷൻ വേണം. അത് കുറേ വർഷങ്ങൾ പോകും. അത് യൂഷ്വലി കോർപ്പറേറ്റ് സെക്ടറിൽ ആൾക്കാർ ചെയ്യാറില്ല. കാരണം അത് സെക്ടറിൽ ചെയ്യാത്തതുകൊണ്ടല്ല, കോസ്റ്റ് ഫാക്ടർ. ഉം, ഉം. എന്നാൽ ഈ സ്മൈൽ ട്രെയിൻ എന്നൊക്കെ പറയുന്നത് വളരെ നല്ല സെന്റേഴ്സ്, അത് ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. ഉം, ഉം. അപ്പം അതാണ് യൂഷ്വലി എല്ലാവരും പ്രിഫർ. ഇപ്പം നമ്മുടെ ജൂബിലിയിൽ സ്മൈൽ ട്രെയിൻ ഉണ്ട്. ഉം. അതുകൊണ്ട് മുറിച്ചുണ്ടൊക്കെ സാധാരണ അവിടെ പോണത്. നമുക്ക് ഇടയ്ക്കേ വരാറുള്ളൂ. അതപ്പം കുട്ടികൾക്ക് നല്ലതാണ്. നമ്മളത് അവർക്ക് റിസൾട്ട് നല്ലത് കിട്ടണം നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. സോ അങ്ങനത്തെ സെന്റേഴ്സിലാണ് കൂടുതൽ എപ്പോഴും. പക്ഷെ ബാക്കി ഈ പറഞ്ഞ എല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. ട്രോമ, റീകൺസ്ട്രക്ഷൻ, കോസ്മെറ്റിക്, ഫ്രീ ഫ്ലാപ്പ്, റൈനോപ്ലാസ്റ്റി, ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ, ലൈപ്പോസക്ഷൻ, ഇതെല്ലാം വി ഡൂസ് റുട്ടീൻ കേസസ് നമുക്ക് വരുന്നതെല്ലാം. എനിക്ക് സ്പെഷ്യലി ട്രോമ ഒത്തിരി കേസ് വരാറുണ്ട്. വർക്ക് സൈറ്റ് ഇഞ്ചുറി, കട്ട് ഇഞ്ചുറി, കൈമുറി. ഈ ഒരു കയ്യിൽ ഡിഫറെൻറ്റ് ടൈപ്സ്. ഞങ്ങൾക്ക് കഴിഞ്ഞൊരു 6 മാസത്തിനുള്ളിൽ മൂക്ക് മൊത്തം അടന്നു പോയൊരു 3 കേസ് വന്നായിരുന്നു. അതെല്ലാം തിരിച്ചു വെച്ച് വളരെ ഹാപ്പി ആയിട്ട് പേഷ്യൻ്റ് പോയി. 2 ആക്സിഡൻ്റ് ആയിരുന്നു, ഒരെണ്ണം ആരും ഇടിച്ചതാണ് നല്ല ആ, രീതിക്ക്. ആ. അത് പൊളിഞ്ഞു പോയി, മൊത്തം ഇളകി വന്നു, തിരിച്ചത് വെച്ച് വളരെ ഹാപ്പി ആയിട്ട് പോയി. അതെല്ലാം വളരെ സ്പെസിഫിക് ആയിട്ട് ചെയ്യേണ്ട കേസുകളായിരുന്നു. എല്ലാം നല്ലതായിട്ട് ചെയ്ത് നല്ലതായിട്ട് പോയ കേസ്. മൂക്കൊക്കെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ശ്വസനവും ഒക്കെ നല്ല രീതിയിൽ ഈ തന്നെയാവും. പേഷ്യൻസിന് നല്ലതായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റി. ആ 2 ആക്സിഡന്റ് കേസിലും നല്ല രീതിക്ക് ചതവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് നല്ല രീതിക്ക് അവർക്ക് ചെയ്ത് നോർമലായിട്ട് കണ്ടാ പുള്ളിക്ക് ബ്ലോക്കും ഒന്നുമില്ല. നല്ലതായിട്ട് ശ്വാസം വലിക്കാം, വളവൊന്നുമില്ല. പുള്ളി ഇപ്പം പുള്ളിയെ കണ്ടാൽ അത്രയും മോശം ഒരു ഇഞ്ചുറി ഉണ്ടെന്ന് പോലും പാട് അവിടെ ഇവിടെ ഉണ്ട്. പക്ഷേ ഇത്രയും മോശമായിരുന്നു ഒരിക്കലും കണ്ടാൽ പറയൂല. ആ രീതിക്കായിട്ടുണ്ട്. ഏറ്റവും റിസ്ക് ഏത് ഭാഗം ചെയ്യുമ്പോഴാണ് പ്ലാസ്റ്റിക് സർജറിയിൽ? സി അങ്ങനെയുണ്ട്. ഞങ്ങളുടെ സൈഡിൽ നിന്ന് റിസ്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എന്ന് വെച്ചാൽ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും രക്തോട്ടം ഡിഫറെൻ്റാണ്. ഫേസ് ഭയങ്കര രക്തോട്ടമുള്ള ഭാഗമാണ്. അവിടെ അതുകൊണ്ട് മുറിവുകൾ വേഗം ഉണങ്ങുന്നതും പാടുകൾ വേഗം മായുന്നതും. കാലിൻ്റെ അറ്റത്തോട്ട് പോകുന്ന വെച്ചാൽ നമ്മുടെ രക്തോട്ടങ്ങൾ കുറയുന്ന ഭാഗങ്ങൾ. അവിടെ എസ്പെഷ്യലി പ്രായം കൂടിയവർ, സ്മോക്കേഴ്സ് ആണെങ്കിൽ ഹീലിംഗ് പൂവർ. അപ്പോൾ അവിടെ ചെറിയ മുറിവ് പോലും ചിലപ്പം ഉണങ്ങാൻ സമയം കൂടുതലെടുക്കും. നമ്മുടെ സൈഡിൽ നമുക്ക് അതാണ് ബുദ്ധിമുട്ട്. ഡേഞ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പം ഓരോ വലിയ സർജറി, ഇപ്പോൾ ഫ്രീ ഫ്ലാപ്പ് ചെയ്യുമ്പം ഡേഞ്ചർ അല്ല, പക്ഷേ സർജറി കൂടുതൽ സമയമെടുക്കും, അനസ്തീഷ്യ കൂടുതൽ വേണം, ഹോസ്പിറ്റലിൽ കൂടുതൽ നാൾ നിൽക്കണം, അപ്പം ഇൻഫെക്ഷൻ വരാൻ ചാൻസസ്, ആൻറ്റിബയോട്ടിക് കൊടുക്കണം, അങ്ങനത്തത് പറയത്തുള്ളൂ. അല്ലാണ്ട് യൂഷ്വലി വി ആർ ഏബിൾ ടു ടേക്ക് കെയർ, കുഴപ്പമുണ്ടാവാറില്ല. ഇപ്പൊ അമലയിൽ എന്തൊക്കെ ഇൻഷുറൻസ് ഉണ്ട്? പ്ലാസ്റ്റിക് സർജറിക്ക് ഉണ്ടോ മറ്റ് രോഗങ്ങൾക്കുള്ളത് പോലെ? പ്ലാസ്റ്റിക് സർജറിക്ക് അമലയല്ല, നിങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനീസ് ഇൻഷുറൻസ് കിട്ടും.
പക്ഷെ കോസ്മെറ്റിക് സർജറീസിന് ഒരു കമ്പനിയും സാധാരണ ഇൻഷുർ ചെയ്യാറില്ല. കാരണം ചില കമ്പനീസിന് കോസ്മെറ്റിക്കിന് മാത്രം പ്രീമിയംസ് ഉണ്ട്. പക്ഷെ നല്ല ഹൈ പ്രീമിയമാണ്. പക്ഷെ അതിന്റെ പ്രശ്നം നമ്മളത് ചെയ്യണമെന്ന് താല്പര്യപ്പെട്ട് എടുത്തു വെച്ചിട്ടേ കാര്യമുള്ളൂ. എല്ലാവരും ആ പ്രീമിയം അടച്ച് ചെയ്തില്ലെങ്കിൽ നഷ്ടമാണ് വർഷങ്ങൾ അടച്ചു വരുന്നത്. അതെ അതെ. അതുകൊണ്ട് മോസ്റ്റ് ഓഫ് ദി ഇൻഷുറൻസ് കമ്പനീസ് കോസ്മെറ്റിക് സർജറിക്ക് തരത്തില്ല. അപ്പോൾ നമ്മൾ പേഷ്യൻസ് ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അതൊന്നും ഇവിടെ നിന്നല്ല എങ്ങും അത് ചെയ്ത് കൊടുക്കാറില്ല. പക്ഷെ ബാക്കി ഈ പറഞ്ഞ പോലെ ഇഞ്ചുറി പറ്റി, ആക്സിഡന്റ് പറ്റി, അല്ല അങ്ങനെ ക്യാൻസർ ഇത് വന്ന് ചെയ്തു, അതൊക്കെ യൂഷ്വലി കവറേജ് കിട്ടാറുള്ളതാണ്. ഇൻഷുറൻസ്. കുറച്ച് ഒരു ലെറ്റർ എല്ലാം എഴുതി കൊടുക്കണം. അത് ചിലപ്പം ചോദിക്കും എന്താണ് സർജറി ഡീറ്റെയിൽസ് ചോദിക്കും. യൂഷ്വലി ക്ലിയർ ആവാറുണ്ട്, പ്രശ്നം വരാറില്ല. ഒന്ന് രണ്ട് ചോദ്യങ്ങളും കൂടി ചോദിക്കുകയാണെങ്കിൽ ഈ അധികം ആൾക്കാരുടെ ഒരു പ്രശ്നമാണ് ഈ മുഖത്ത് വരുന്ന പാടുകൾ, ഉം. ഈ അരിമ്പാറ പോലെയൊക്കെയുള്ള ആ. പാടുകൾ. ഈ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി അവർ കരിച്ച് കൊടുക്കും. ഉം. ഈ പ്ലാസ്റ്റിക് സർജറിയിൽ അതിനെന്തെങ്കിലും ചെയ്യാനുണ്ടോ? നമ്മൾ ഈ കരിക്കുന്ന കോട്ടറൈസേഷൻ എന്ന് പറയും. കോട്ടറൈസേഷൻ ചെയ്ത് ഇപ്പം ചെറിയ നമ്മുടെ ഈ കഴുത്തിലൊക്കെ മാല ഇടുന്നവർക്ക് സ്കിൻ ടാഗ് പോലെ നിൽക്കും. അതൊക്കെ നമുക്ക് സിംഗിളായിട്ട് വേണമെങ്കിൽ എടുത്ത് കൊടുക്കണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. പക്ഷേ ഒത്തിരി ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ ഈ സ്കിൻ പീലിങ്ങോ ഡെർമബ്രേഷനോ അങ്ങനത്തെ അതെല്ലാം കട്ട് ചെയ്ത് മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് യൂഷ്വലി അത് ചെയ്യാറില്ല. അല്ലെങ്കിൽ നമ്മൾ ചോദിക്കും ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് ഇപ്പം അവിടെ എവിടെയും പാർലർ പറയും സാറേ ഈ 2-3 വലുതാണ് എന്നെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്, അത് മാറുമ്പോൾ അപ്പം അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ അത് കണ്ടു വേണം ഓരോന്നും ചെയ്യാൻ. ചിലതിന് ഈ കരിച്ചു കൊടുക്കുന്നത് മതി, കാരണം അത് മുറിവ് ഉണങ്ങുമ്പോൾ അത് സെറ്റാവും. ചിലത് കട്ട് ചെയ്ത് തന്നെ മാറ്റി തുന്നണം, എന്നാലും അങ്ങനെ വരത്തുള്ളൂ. ചിലതിന് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫേഷ്യൽ പീലിങ്ങും അതും ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ സെറ്റാവും. അത് ഓരോന്നിനും ഓരോ രീതിക്ക് നോക്കണം. അതുപോലും ഈ ബ്യൂട്ടി പാർലറിൽ പോകുന്ന ആൾക്കാരുണ്ട്. അതും നമ്മളൊരു ഡോക്ടറുടെ നിർദ്ദേശം കൊണ്ട് അത് തന്നെ ഈ ചെയ്യണ്ടേ? ബ്ലീച്ച് ചെയ്യുന്ന പറയുന്ന പോലെ ബ്ലീച്ചിങ് ഒക്കെ ബ്യൂട്ടി പാർലറിൽ ചെയ്യാറുണ്ട്. അത് അവർ ചെയ്യുന്ന കുഴപ്പമില്ല. ഇത് നമ്മുടെ ഈ സ്കിൻ പീലും ഇതും ഡെർമറ്റോളജിക്കാർ ചെയ്യാറുണ്ട്. അത് അവർ ട്രെയിനിങ് ഉള്ളതാണ്, അത് അവർ ചെയ്യാൻ കുഴപ്പമില്ല. സർജിക്കൽ സൈഡിലോട്ടും ഈ പ്ലാസ്റ്റിക് സർജറി ഇത്രയും ഒരു വൈഡ് സ്പെഷ്യാലിറ്റി ആയതുകൊണ്ട് ഒത്തിരി ഡിപ്പാർട്ട്മെന്റ്സിന്റെ കൂടെ ഓവർലാപ്പ് വരും. ഇപ്പം ഫോർ എക്സാമ്പിൾ റൈനോപ്ലാസ്റ്റി ENT-കാരും ചെയ്യും, നമ്മളും ചെയ്യും. പക്ഷെ അത് ചെയ്യുന്ന ഡോക്ടർ എന്ത് ചെയ്യുന്നു നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിൻ്റെയാണ് വ്യത്യാസം. ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ ഇപ്പം ക്യാൻസർ സർജറി നമ്മളും റീകൺസ്ട്രക്ട് ചെയ്യും. ചില ഹോസ്പിറ്റൽസിൽ ക്യാൻസർ സർജൻസ് ചെറിയ ഫ്ലാപ്പൊക്കെ അവർ തന്നെ വെക്കും. അത് തെറ്റാന്നല്ല പറയുന്നത്. പക്ഷേ ട്രെയിനിങ് വൈസ് ഇപ്പം നമ്മൾ ചെയ്യേണ്ടെന്നുള്ളത് പറയാൻ പറ്റില്ല. പക്ഷെ ട്രെയിനിങ് വൈസ് നമ്മളാണ് അത് ട്രെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഓരോ സെൻറ്ററും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനത്തെ സർജറീസ് ചെയ്യുമ്പോൾ പ്രിഫറബിളി നമ്മളൊരു മൾട്ടി ടീം അപ്രോച്ചാണ്. അപ്പോൾ അവർ വന്ന് എടുത്ത് മാറ്റിയിട്ട് അവർ മാറും, നമ്മൾ വന്ന് റീകൺസ്ട്രക്ട് ചെയ്തിട്ട് ക്ലോസ് ചെയ്യും. യൂഷ്വലി അങ്ങനെയാണ് ചെയ്യുന്നത്. റൈനോപ്ലാസ്റ്റിയിൽ ശരിക്കും പറഞ്ഞാൽ എന്താണ് ശരിക്കും ചെയ്യുന്നത്? റൈനോപ്ലാസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ മൂക്ക് ഈ ഷേപ്പ് ഇരിക്കുന്നത് നമ്മുടെ മൂക്കിന്റെ ഈ ഭാഗം വരെയുള്ളൂ. ഈ അനങ്ങുന്ന ഭാഗമെല്ലാം കാർട്ടിലേജാ. അതിന്റെ ഷേപ്പും വ്യത്യാസമാണ്. ഈ ചിലരുടെ മൂക്ക് ഇങ്ങനെ ഇരിക്കും, ചിലത് പൊന്തിയിരിക്കും ഓരോന്ന്. ആ ഉള്ള കാർട്ടിലേജിന്റെ ഷേപ്പ് കൂടിയത് കുറയ്ക്കണം, കുറഞ്ഞത് കൂട്ടണം. കുറഞ്ഞത് കൂട്ടാനാണ് നമുക്ക് കാർട്ടിലേജ് വെക്കണം. അത് വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മൂക്കിന്റെ ഈ സെന്ററില്ലേ ഈ പാലെന്ന് പറയുന്നത്, ആ പാലത്ത് ഒത്തിരി എക്സസ് കാർട്ടിലേജ് ഉണ്ട്. അത് കുറച്ച് നമുക്ക് അതിനകത്ത് നിന്ന് എടുത്ത് സൈഡുകളിൽ കൊടുക്കാം. ചിലർക്ക് വല്ലാണ്ട് മൂക്ക് മോശമായൊക്കെ വരും. അപ്പം ഒത്തിരി കാർട്ടിലേജ് വേണം. ആ സിറ്റുവേഷൻ നമ്മുടെ വാരിയലിന്റെ ഈ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് കാർട്ടിലേജ് ഉണ്ട്. അതെടുത്തിട്ടാണ് ഇവിടെ വെക്കുന്നത്. വലിയ റീകൺസ്ട്രക്ഷൻ വേണ്ട കേസിൽ. അതിനൊക്കെ കുറേ ടൈം എടുക്കുമോ? അത് കുറച്ചുകൂടെ സ്പെഷ്യലൈസ്ഡ് പ്രൊസീജിയർ. കാരണം നമുക്ക് നെഞ്ചിന്റെ സൈഡിൽ കൂടെ തുറന്ന് വാരിയലിൽ ഹാർവെസ്റ്റ് ചെയ്യണം. മൊത്തമല്ല, അതിൻ്റെ ഈ ഒരു സെഗ്മെന്റ്. അത് ബാക്കി ശ്വാസം വലിക്കാനും ഒന്നും ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. കുറച്ച് പെയിൻ ഉണ്ടാകും കുറച്ച് ദിവസത്തേക്ക്. പക്ഷെ ആ ഇത് വെച്ചിട്ടാണ് നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യുന്നത്. അത് മൂക്കി മാത്രമല്ല, ഇവൻ ചിലപ്പോൾ ചെവിയൊക്കെ വല്ലാണ്ട് മോശമായി പോയി ഈ ബേൺസ് ഒക്കെ വരുന്ന കേസ് ചെവിയെല്ലാം കത്തിപ്പോവും. അത് റീകൺസ്ട്രക്ട് ചെയ്യാനൊക്കെ എൻറ്റയർ ചെവി ഈ ഷേപ്പ് ചെയ്യാൻ വാരിയലിൽ നിന്ന് മൊത്തം എടുത്തിട്ടാണ് നമ്മൾ കവർ ചെയ്ത് ആ ഷേപ്പ് കൊടുക്കുന്നത്. പിന്നെ ആനച്ചെവി എന്നൊക്കെ പറയുന്നത്. യെസ്, അതിന് ചെവിയുടെ സൈസ്, ചിലരുടെ ചെവി ഇങ്ങനെ തുറന്നിരിക്കും പുറത്തോട്ട്. അത് നമ്മൾ ഇങ്ങനെ ടക്ക് ചെയ്ത് പുറകോട്ടിരിക്കാനും ഒക്കെ സർജറി ഉണ്ട്. അത് നമ്മൾ ഇവിടെ സ്റ്റിച്ച് കൊടുത്തത് നീറ്റാക്കി ഒന്ന് കഴിയുമ്പോൾ ആ പുറത്തോട്ട് പോകും. ഉണ്ട്, അത് വരാറുണ്ട്. കുട്ടികൾ പറയും സാറേ എൻ്റെ ചെവി ഇങ്ങനെ ഇരിക്കുന്നു, അങ്കിളായി ഇങ്ങനെ ഇരിക്കുന്നത്, ചെറുതാക്കി തരാമെന്ന് പറയാറുണ്ട്. അത് വരാറുണ്ട് കേസ്. അത് പിന്നെ ഈ അവയവങ്ങളൊക്കെ നമ്മൾ മുറിഞ്ഞു പോയതൊക്കെ റീകൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അവയവങ്ങൾ മുറിഞ്ഞു പോയത് തിരിച്ച് വെക്കാൻ പറ്റുന്നതാണെങ്കിൽ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. അത് ചെയ്താൽ നമ്മുടെ ഓൺ ഫിംഗർ, കളറ്, കാര്യങ്ങൾ എല്ലാം സെയിം. റീകൺസ്ട്രക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നി തൊലി വെച്ച് കവർ ചെയ്യും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചില കേസിൽ ഇപ്പം കൈ അല്ലെങ്കിൽ ഈ ഭാഗം മൊത്തമായിട്ട് തൊലിയെല്ലാം ഇളകിപ്പോയി. അത് നമ്മൾ തൊലി വെച്ച് കവർ ചെയ്യാൻ പറ്റുന്നത് തൊലിയെടുത്ത് വെക്കുക. നമ്മൾ യൂഷ്വലി നമ്മുടെ തൈ ഷേവ് ചെയ്തെടുക്കുന്നത്. തൊലി എടുത്ത ഭാഗം തനിയെ മുറിവ് ഉണങ്ങിക്കോളും. ആ തൊലി വെച്ച് പിടിപ്പിക്കും. അല്ല ആഴം കൂടുതലുണ്ട്, മാംസവും മസിലും വേണമെങ്കിൽ വേറെ ഭാഗങ്ങളിൽ നിന്നായിരിക്കും എടുത്ത് വെക്കുന്നത്. അപ്പം അതിൻ്റെ ഇഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തുറന്ന് വിടാൻ പറ്റത്തില്ല. എല്ല്, ടെൻഡന് ഇതൊന്നും തുറന്ന് വിട്ടാൽ ഇത് ഉണങ്ങിപ്പോവും, ഉപയോഗം ഇല്ലാതായി പോകും. അത് കവർ ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നത്.
എന്നാലേ കൈ ഫങ്ഷൻ കിട്ടത്തുള്ളൂ. അപ്പം അതിന് ഇനിഷ്യലി ചെയ്യുമ്പോൾ നമ്മുടെ ഈ തൊലിയുടെ ഇത്രയും ഇതായിട്ട് ഇവിടെ കിട്ടണം എന്നില്ല, അത് ഏത് ഭാഗത്തുനിന്ന് എടുത്ത് വെച്ചാലും. പക്ഷേ അത് ഓവർ ടൈം കുറേ സെറ്റിലാവും. പക്ഷെ കുറച്ച് വ്യത്യാസം, രണ്ടുപേരെ കൈ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അത് പിന്നെ വല്ലതും അതിന് മുകളിൽ ചെയ്യണമെന്ന് പേഷ്യൻ്റ് പറയും. ഇല്ല പറയും സാറേ എങ്കിൽ വേണ്ട, കൈ കുഴപ്പമൊന്നുമില്ല, ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്, ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്, ഐ എം ഹാപ്പി, സോ ഇറ്റ്സ് ഫൈൻ, വി ലീവ് ഇറ്റ് ലൈക്ക് ദാറ്റ്. ലാസ്റ്റ് ഒന്ന് ചോദിക്കുവാണെങ്കിൽ അമലയിൽ എത്ര വയസ്സ് വരെ ഉള്ളവർ, നമ്മൾ നേരത്തെ ചോദിച്ചതുപോലെ ഓൾഡ് ആയിട്ടുള്ളവരൊക്കെ മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട് വരാറുണ്ടോ? നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ നോർമൽ നമ്മുടെ ഫേസ് ഇപ്പം കണ്ട നല്ല ടൈറ്റാണ്, നമുക്കൊന്നും തൂങ്ങി തുടങ്ങിയിട്ടില്ല. 40 ഇയേഴ്സ് 45 ഇയേഴ്സ് കഴിയുമ്പോഴാണ് നമ്മുടെ ഫേസിൽ ഇപ്പം വീട്ടിൽ നോക്കിയാലും മനസ്സിലാവും പ്രായം അറിയാൻ തുടങ്ങുന്നതും വ്യത്യാസങ്ങൾ വരുന്നതും. നമുക്ക് ഇപ്പം മുടി ഉണ്ടെങ്കിൽ നരച്ചു തുടങ്ങും, തൂങ്ങി തുടങ്ങും, കണ്ണിൻ്റെ അടിയിലൊക്കെ പിന്നെ അത് ഇത് വരും. അപ്പം അത് ആ ഒരു ഏജ് ഗ്രൂപ്പ് കഴിഞ്ഞാണ് വരുന്നത്. വരുന്നവരെല്ലാം ആ ഒരു ഏജ് ഗ്രൂപ്പ്. 20-ാം വയസ്സ് ഇതുവരെ ആരും എന്നോട് വന്നിട്ട് സാറേ കണ്ണ് നേരെയാക്കാൻ പറഞ്ഞിട്ടില്ല. 40-45 കഴിഞ്ഞ് വരുന്നവരാണ് യൂഷ്വലി പറഞ്ഞത്. കഴിഞ്ഞ ദിവസം വി ഹാഡ് എ ലേഡി 45 ഇയർ ഓൾഡ് ആയിരുന്നു, കണ്ണിൻ്റെ അടിയിൽ നല്ല തൂക്കം. ഇപ്പം നല്ല രസമായൊക്കെ ഞങ്ങൾ ചെയ്ത് വിട്ടു, നല്ല ഭംഗിയായിട്ടിരിക്കുന്നു. പുള്ളിക്ക് 2 പ്രാവശ്യം കഴിഞ്ഞ് വന്ന് കാണിച്ചു, അടിപൊളിയായിട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ല. അങ്ങോട്ട് പോകും, ഒരു 60-65 വരാറുണ്ട്. ചിലർ പറയും സാറേ, യൂഷ്വലി ഫേസ് വരുന്നത് ഇതിനാണ്, കണ്ണിനും പിന്നെ ആ സ്കിൻ ടൈറ്റനിങ്, പിന്നെ ഈ പറഞ്ഞ കുരുകളും പാടലും. ഫുൾ ഫേസ് ലിഫ്റ്റിന് എല്ലാവരും വരാറില്ല, കാരണം അത് കുറച്ചുകൂടെ വലിയ പ്രൊസീജിയർ, ആ സമയം എടുക്കും ചെയ്യാനായിട്ട്. സോ അത് അങ്ങനെ അത്രയും കൺസേൺഡ് ആയിട്ട് നമ്മുടെ നാട്ടിലായിട്ടില്ല, അതുകൊണ്ടേ ഉള്ളൂ. പക്ഷേ ഇൻ ബിറ്റ്വീൻ വി ഗെറ്റ് കേസസ്. ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്റിക് സർജറി വളരെ അനുഗ്രഹീതമാണല്ലേ? ഈ സൗന്ദര്യമൊക്കെ അതെ, നമുക്ക് പല രീതിയിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ മുഖങ്ങളിൽ മാറ്റം വരുത്താം. വരുന്നവർക്ക് വളരെ ഹാവാണ്. പേഷ്യൻസ് തിരിച്ച് ആ കോൺഫിഡൻസോടെ പോകണമെന്ന് എപ്പോഴും ഞാൻ ചെയ്യുമ്പോഴായാലും അവരോട് പറയും, പേഷ്യൻ്റ് ചെയ്യുന്ന കേസിനോട് ഞാൻ പറയും ഇതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. അത്രയും പറയുമ്പോൾ തന്നെ ദേ ആർ വെരി ഹാപ്പി, ഇത്രയും പറഞ്ഞു തന്നല്ലോ എന്നുള്ള കാര്യം. ആൻഡ് ദേ യൂഷ്വലി ഗോ ആൻഡ് വി ആർ വെരി ഹാപ്പി. അവർ അത്രയും ഹാപ്പി ആയിട്ട് അവർ അയക്കാൻ പറ്റുന്നത്. അമലയിലായാലും യൂഷ്വലി വരുമ്പോൾ നമുക്ക് വളരെ സന്തോഷമായിട്ടാണ് യൂഷ്വലി തിരിച്ചുകൊണ്ട് തന്നെ എപ്പോഴും മജോറിറ്റി ആൾക്കാരും വരുമ്പോൾ ഇതിങ്ങനെ 95% മുകളിൽ എന്നെ കണ്ട എല്ലാ പേഷ്യൻസും വളരെ സന്തോഷമായിട്ടാണ് വരുന്നത്. വന്ന് കണ്ട് ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. വി ആർ വെരി ഹാപ്പി, അത് ചെയ്യാൻ പറ്റും, ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് അവർക്ക്. ഇപ്പം സാറിന് ലാസ്റ്റ് ആയിട്ട് എന്താണ് ഇത് കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്ലാസ്റ്റിക് സർജറിയെ കുറിച്ചും അതിന് പേടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് സർജറി അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലാസ്റ്റിക് സർജറി നിങ്ങൾ ചെയ്യാൻ വരുമ്പോൾ ഇപ്പം ഞാൻ ഇന്ന് പറഞ്ഞ പോലെ ഇത്രയും ബ്രാഞ്ചസ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ അറിയണം. എന്ന് വെച്ചാൽ അത് ഭംഗി വരുത്തുന്നത് മാത്രമല്ല, ഈ നമ്മളിപ്പം മുഖത്ത് തുന്നുന്നത് പോലും പ്ലാസ്റ്റിക് സർജറി തുന്നിക്കഴിഞ്ഞാൽ പാട് വരത്തില്ല എന്നല്ല, പാട് കുറയ്ക്കാനുള്ള ടെക്നിക്സ്, ആ തുന്നിയാൽ കിട്ടുന്ന റിസൾട്ട്സ്, അതുപോലെ തന്നെ ചെയ്യുന്ന ഓരോ സർജറി, ഇപ്പം വയറ് കുറയ്ക്കാനായാലും കൈയുടെ മുറിവായാലും ചെയ്യേണ്ട സർട്ടിഫൈ ചെയ്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച നിങ്ങളുടെ ലോങ് ടേം റിസൾട്ട്സ് ആർ ഓൾവേസ് ബെറ്റർ. അത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ ചെയ്യുമ്പോഴും എൻ്റെ സീനിയേഴ്സിനടുത്തും ചെയ്യേണ്ട ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ച റിസൾട്ടും ചെയ്ത് കുളവാക്കിയിട്ട് വരുന്ന റിസൾട്ടും. പിന്നെ പ്രശ്നം എന്ന് വെച്ചാൽ കുളവാക്കിയിട്ട് തിരിച്ചു വന്ന് ചെയ്ത് റിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ട് കൂടുതലാണ്. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നേരെ ചെയ്യുമ്പോഴാണ് എപ്പോഴും ബെസ്റ്റ് റിസൾട്ട്സ്. അത് മാത്രമേ കാര്യമുള്ളൂ. പേടിക്കാതെ വരിക, ധൈര്യമായി വന്ന് കാണുക, എല്ലാവരും ഭംഗിയായിട്ട് തിരിച്ചു പോകാന്ന് പറയാം, അത്രയേ ഉള്ളൂ. എല്ലാവരും ഭംഗിയായിട്ട് തിരിച്ചു പോകാനും, അതുമാത്രമല്ല നമ്മുടെ നഷ്ടപ്പെട്ടു പോയ അവയവങ്ങളെ തുന്നിച്ചേർക്കാനും ഒക്കെ ഡോക്ടർ എപ്പോഴും അമലയിലുണ്ട്. അപ്പോൾ നന്ദി ഡോക്ടർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അറ്റുപോകുന്ന സ്വപ്നങ്ങളെ തുന്നിച്ചേർക്കാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്ലാസ്റ്റിക് സർജറി, അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, തൃശൂർ.